ഹായ് രക്ഷിതാക്കളെ, കുട്ടികളെ. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ടാവും നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു എന്നുള്ള കാര്യം. നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നത് ആരാണ്? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ കോച്ചിങ് സെൻറ്ററുകൾ. അതായത് ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എത്തിക്സും ഇല്ലാത്ത കുറച്ച് അധ്യാപകർ. അവർക്ക് പണം മാത്രം മതി. അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളെ എന്ത് ചെയ്തിട്ടും, അത് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളെ വിറ്റിട്ട് അധ്യാപകൻ്റെ മനസ്സ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ എത്രയോ കോടിക്കണക്കിന് വിദ്യാർത്ഥികളെ വിറ്റ്, അല്ലെങ്കിൽ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ 100 കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കുട്ടികൾ രാത്രിയും പകലും അവരുടെ ഫ്രീഡം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് പഠിക്കുന്ന കുട്ടികളോട് ചെയ്യുന്ന കൊടും ചതിയാണ്. ഇതുപോലും ചിന്തിക്കാതെയാണ് അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നത്. അവർക്ക് പണം മാത്രം മതി. എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടുക്കും നടത്തുന്ന ഈ ഒരു എക്സാം കൺട്രോൾ ചെയ്യാൻ കഴിയുമോ? അതിനുവേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെ സുന്ദരമായ കേരളം എത്ര ചെറിയൊരു സംസ്ഥാനമാണ്. എത്ര സുന്ദരമായിട്ടാണ് എക്സാമുകൾ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും 8, 9, 10 ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ പ്രഡിക്ഷനിലൂടെ യൂട്യൂബ് ചാനലുകൾ ചോർത്തുന്നതും. ചിലതൊക്കെ പിടിക്കുന്നു, ചിലത് പിടിക്കാൻ കഴിയുന്നില്ല. കാരണം വ്യക്തമായി ഞാൻ തന്നെ കേസുമായി ഈ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം എക്സാം കഴിഞ്ഞും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അത്ര വ്യക്തമായ ഇന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വ്യക്തമായ തെളിവുകൾ വേണം. അപ്പോൾ ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക? നമ്മുടെ കുട്ടികൾക്ക്. ആത്മാർത്ഥമായി പഠിക്കുന്ന കുട്ടികൾക്കും ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇത് ദോഷം ചെയ്യും. നമ്മുടെ ഈ കോച്ചിങ് സെൻറ്ററുകൾ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ട്യൂഷൻ സെൻറ്ററുകൾ എന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നത്? അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂടുതൽ കുട്ടികളെ കിട്ടാൻ, അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ. 8ാം ക്ലാസ്സാണ് ഇതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിന് എക്സാമുകൾ നടത്തുക ഉച്ചയ്ക്കാണ്. അപ്പോൾ ഈ ട്യൂഷൻ സെൻറ്ററുകൾക്ക് ഉച്ചവരെ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിലെ അൺഎയ്ഡഡ് സ്കൂളിലോ, അതായത് മിക്ക ട്യൂഷൻ സെൻറ്ററുകളും ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന മിക്ക ട്യൂഷൻ സെൻറ്ററുകളിലും നിങ്ങൾ അന്വേഷിച്ചാൽ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ നിർബന്ധമായി ഉണ്ടായിരിക്കും. ഈ അധ്യാപകൻ ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് സ്കൂളിനെയും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിനെയും അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സാലറി അധ്യാപകർക്ക് കൊടുക്കുന്ന സ്കൂളുകളാണ്. 10,000 രൂപയോ 15,000 രൂപയോ ഒക്കെ കൊടുക്കുന്നുള്ളൂ. ഈ അധ്യാപകർക്ക് ഇത്തരത്തിൽ കോച്ചിങ് സെൻറ്ററുകൾ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ലാഭം, ലക്ഷക്കണക്കിന് രൂപ ഇൻഡയറക്റ്റായി മന്ത്ലി ഉണ്ടാക്കാൻ കഴിയും. അവർക്കിത് പിടിച്ചു നിർത്താനുള്ള ഏക ഉപായം അവർക്ക് 10,000 15,000 കൊടുക്കുന്ന ഈ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂട്ടി കിട്ടും. അപ്പോൾ അവർക്ക് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ എക്സാമും ഉച്ചയ്ക്കാണ് നടത്തുന്നത് 8-ന്. അപ്പോൾ രാവിലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ഉച്ചവരെ അത് ഇരുത്തി പഠിപ്പിക്കാം. കുട്ടി സ്കൂളിൽ പോയി എക്സാം എഴുതുന്നു. കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടുന്നു. പാരൻസ് ഹാപ്പി, കുട്ടികളെ ഹാപ്പി. ഇന്ന കോച്ചിങ് സെൻറ്റർ പഠിപ്പിക്കുന്ന ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട്. അവിടുത്തെ അധ്യാപകർ നല്ലതാണ്, നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. ഇത് കുട്ടികൾ തെറ്റായ ധാരണയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തരത്തിൽ ചോരുന്നുണ്ട്. വ്യക്തമായ തെളിവില്ലാതെ എത്രയോ വർഷങ്ങളായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. കാരണം കോടിക്കണക്കിന് കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണത്. കാരണം ഫീസ് കൊടുത്ത് പഠിക്കുന്ന, ഇത്തരത്തിൽ ഗുണ്ടായുസം കാണിച്ച് നടത്തുന്ന കോച്ചിങ് സെൻറ്ററിലെ കുട്ടികൾക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. സത്യസന്ധമായി പഠിപ്പിക്കുന്ന അധ്യാപകർ, ഈ എക്സ്പീരിയൻസ്ഡ് അധ്യാപകർ മുൻകൂട്ടി ഒരു 10 ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്താൽ അതിൽ 5 6 വരും. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന ആളുകൾ 10 പറഞ്ഞു കൊടുത്താൽ 10ഉം വരും. അപ്പോൾ ഈ ആത്മാർത്ഥമായ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുടെ പരാജയമാണത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന 5 6 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ, മറ്റൊരു പറഞ്ഞു കൊടുക്കുന്ന 10 ക്വസ്റ്റ്യനും വരികയാണ്. ഈ രീതിയിൽ സൊസൈറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് വൻ അഴിഞ്ഞാട്ടം തന്നെ നടക്കുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചർ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇങ്ങനെ 8ലേക്ക് കുട്ടി ട്യൂഷൻ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് 8, 9, 10ൻ്റെ ഹാഫ് ഇയർലി വരെ കുട്ടിക്ക് മുൻകൂട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് കാരണം കുട്ടിക്ക് പഠിച്ച് റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ചില കുട്ടികൾ അതായത് മുൻകൂട്ടി ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് തുണ്ട് പേപ്പറിൽ എഴുതി സ്കൂളിലേക്ക് എക്സാമിന് എത്തുന്നു. നമ്മളൊക്കെ പഠിച്ച സമയത്ത് എക്സാം ഹാളിലേക്ക് കയറുമ്പോഴും എക്സാം എഴുതുന്ന സമയത്തും നമ്മൾ നല്ല ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, കോപ്പി അടിക്കാൻ ഒരു കാരണവശാലും കഴിയാതിരുന്ന കുറേ കാലഘട്ടമുണ്ട്.
ആഫ്റ്റർ കോവിഡിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്കൂളുകളിൽ കോപ്പിയടി സുലഭമാണ്. അപൂർവം സ്കൂളുകളിലെ അധ്യാപകർ മാത്രമേ സ്ട്രിക്റ്റ് ആവുന്നുള്ളൂ. SSLC എക്സാമിന് വരെ കുട്ടികൾ കോപ്പി അടിക്കുന്നത് മൈൻഡ് ചെയ്യുന്നില്ല. ടീച്ചേഴ്സ് ഫോൺ ഉപയോഗിക്കുന്നു. ആത്മാർത്ഥമായ കുട്ടികൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചെഴുതാം, പറഞ്ഞു കൊടുക്കാം, പേപ്പർ വെച്ച് എഴുതാം, ഒരു കുഴപ്പമില്ലാത്ത എത്ര സ്കൂളുകൾ. അപ്പോൾ ഈ ഒരു കോപ്പിയടിക്ക് അറുതി വരുത്തിയേ പറ്റൂ. കോച്ചിങ് സെൻറ്ററുകൾക്ക് കടിഞ്ഞാണിട്ടേ പറ്റൂ. അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത് നിർത്തിയേ പറ്റൂ. ഏക സൊല്യൂഷൻ ഞാൻ കാണുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കുന്നത് സ്ട്രിക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ അൺഎയ്ഡഡ് ആണെങ്കിലും എയ്ഡഡിലാണെങ്കിലും ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിലും എക്സാം നടത്തുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ്, അരമണിക്കൂർ ബുദ്ധിമുട്ടാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും മുമ്പ് മാത്രമേ പൊട്ടിക്കാവൂ. ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8ാം ക്ലാസ്സിൽ എക്സാം നടത്തുന്ന സമയം ഉച്ചയ്ക്കാണ്. ഒരു കാരണവശാലും അത് വിചാരിച്ച് നിങ്ങൾ രാവിലെ 10ൻ്റെയോ 9ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 8ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കരുത്. ഒരുപാട് ആത്മാർത്ഥമായ അധ്യാപകരുള്ള സ്കൂളുകളും PTA ഉള്ള സ്കൂളുകളുണ്ട്. അവരെ വിശ്വസിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല കൺട്രോൾ ചെയ്യണം. കോപ്പി അടിക്കാൻ ഒരു അവസരം കൊടുക്കരുത്. കാരണം ഒരുപാട് കൂൺ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പൊങ്ങിയിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡാൻസും പാട്ടും ആഘോഷങ്ങളും ആർഭാടമായി നടത്തുമ്പോൾ പഠനം മാത്രമേ അവിടെ നടക്കാത്തതുള്ളൂ. എന്തിനാണ് അവർ പഠനം നടത്താതെ ആഘോഷങ്ങളിൽ വ്യാപൃതരാകുന്നത്? അവർക്കറിയാം കുട്ടികളെ സന്തോഷിപ്പിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് വേണം, പാരൻസിനെ സന്തോഷിപ്പിക്കാൻ മാർക്ക് വേണം. അപ്പോൾ ഈ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കുന്നു, ബാക്കിയുള്ള സമയത്ത് മുഴുവൻ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നു. ക്ലാസ് സ്ട്രിക്റ്റ് ആവണമെന്നില്ല, ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല, ക്ലാസ് ടെസ്റ്റ് നടത്തി ഹോംവർക്ക് ഈ ഒരു കാര്യങ്ങളും ഇല്ലാതെ കുട്ടികൾ അങ്ങനെ തള്ളിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. SSLC എക്സാം നമുക്ക് വിചാരിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നില്ല എന്ന്. ആ ഒരു സമയത്ത് മാത്രമേ ഈ കുട്ടി യഥാർത്ഥ എക്സാമിനെ ഫേസ് ചെയ്യുന്നുള്ളൂ. എല്ലാ കുട്ടികളും ഇത്തരത്തിലാണ്, എല്ലാ ട്യൂഷൻ സെൻറ്ററുകളും ഇത്തരത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അറിവിൽ ഇത്തരത്തിൽ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളം മുഴുവൻ എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും? ഇതിന് നമുക്ക് അറുതി വരുത്തിയേ പറ്റുള്ളൂ. ഇതിൻ്റെ ആദ്യ സ്റ്റേജ് എന്നുള്ള രീതിയിൽ എല്ലാ അൺഎയ്ഡഡ് സ്കൂളിലെ പ്രിൻസിപ്പൽസിനും ഞാൻ ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന ഒരു സംഗതി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക. ചിലപ്പോൾ അവരറിയാതെ ആയിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അറേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പൊട്ടിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ അപകടം ഈ ടീച്ചേഴ്സിനെ, പ്രിൻസിപ്പൽസിനെ, മാനേജേഴ്സിനെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിക്ക് നമ്മളൊരു ലെറ്റർ എഴുതുന്നു. ഈ വിദ്യാഭ്യാസ മന്ത്രി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേരളം പോലെ ഇത്രയും എഡ്യൂക്കേഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ പണം മാത്രം കൊതിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്ക് അടച്ചു പൂട്ടിയേ പറ്റുള്ളൂ. അവരുടെ ഈ പ്രവൃത്തി അവർ നിർത്തിവെച്ച് ആത്മാർത്ഥമായി പഠിപ്പിക്കട്ടെ. ആത്മാർത്ഥമായ അധ്യാപകർക്ക് മാത്രം ജോലി കിട്ടട്ടെ. ആ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കും അധ്യാപകർക്കും. അപ്പോൾ അന്യായം, 100 കണക്കിന് അന്യായങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പറ്റുന്നത് നമുക്കെല്ലാവർക്കും ഒപ്പം നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ ക്രാഷ് ലേൺ ചാനലിൽ വീഡിയോസ് ചെയ്യാം. ഓരോ കാര്യങ്ങളും, ഓരോ സ്കൂളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ഞാൻ സമയാസമയങ്ങളിൽ അറിയിക്കാം. ഈ ഒരു വർഷമെങ്കിലും, ഈ ഒരു ഓണപരീക്ഷയാണ് ഞാൻ മുൻകൂട്ടി കാണുന്നത്. ഈ ഓണപരീക്ഷാ സമയത്ത് എത്തരത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുന്നുണ്ടോ എന്ന് നിങ്ങളും അന്വേഷിക്കുക. കുട്ടികളോട് ചോദിക്കുക, ട്യൂഷൻ സെൻറ്റർ പോകുന്ന കുട്ടികളോട് അവർ മുൻകൂട്ടി ക്വസ്റ്റ്യൻസ് കണ്ടോ. അതുപോലെ ഓൺലൈൻ ചാനലുകൾ, ലൈവായി ചെയ്യുന്ന ചാനലുകൾ ശ്രദ്ധിക്കുക. അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടാണോ അത് പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാകാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേപോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും താങ്ക്സ്.